ഒന്ന് കുടിച്ചു നോക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വാട്ടർ മെലൺ വെച്ചിട്ട് നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ യെല്ലോ കളറിലെ വാട്ടർ മെലനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി മധുരം ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വാങ്ങുന്ന തണ്ണീർമത്തനേക്കാളും കുറച്ചും കൂടി അധികം മധുരം ഉണ്ട് കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ. നമ്മൾ ഈ തണ്ണീർമത്തനൊക്കെ വാങ്ങിയിട്ട് മുറിച്ച് കഴിക്കുന്നതിന് പകരം ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ചിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ, നല്ലൊരു കുളിർമയാണ്. അപ്പോൾ ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന തണ്ണീർമത്തൻ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 2.5 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ തണ്ണീർമത്തന് നല്ല മധുരമാണ്, അതുകൊണ്ട് ഞാൻ 2.5 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് പാൽ നന്നായിട്ട് കട്ടയാക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിക്ക് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടിലാണ്, ചൂടിന് കഴിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ്. അപ്പോൾ നമ്മൾ ഈ വത്തക്കയൊക്കെ വാങ്ങുമ്പോൾ ഈ രീതിയിലൊരു ജ്യൂസൊക്കെ ആക്കിയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കുളിർമയല്ലേ മനസ്സിനും നമ്മുടെ ശരീരത്തിനും. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് കുടിച്ചിട്ട് നമ്മുടെ ദാഹം ഒന്ന് മാറ്റാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് മോൾക്ക് കൊടുക്കാം അല്ലേ. അവൾ എന്നാന്ന് കുടിച്ചിട്ട് എന്താ അഭിപ്രായം പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. മോളെ ഒന്ന് കുടിച്ചു നോക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. വത്തക്ക വാങ്ങുമ്പോൾ നിങ്ങൾ സാധാരണ പോലെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ജ്യൂസാക്കി കുടിക്കുന്നതാണ്. അമ്മ ഉണ്ടാക്കിയ പോലെ നിങ്ങൾ എന്തായിട്ട് ഉണ്ടാക്കി നോക്കണേ. ഈ ചൂടുകാലത്ത് കുടിക്കാൻ നല്ല അടിപൊളി ഷേക്കാണേ. കുടിക്കട്ടെ. അപ്പം ഞാൻ കുടിക്കട്ടെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾന്നില്ല ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരേക്കും ബൈ.